എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹോണ്ട ഡിയോ മോഡലിൻ്റെ 110cc വണ്ടിയാണ്. അതെ, ഡിയോ 110ലും 125ലും ഇറങ്ങുന്നുണ്ട്. അതിൽ 110cc ഡിലക്സ് മോഡൽ, ഏകദേശം നമുക്ക് ഫുൾ ഓപ്ഷൻ എന്ന് തന്നെ പറയാവുന്ന ഫുൾ ഓപ്ഷൻ ഡിലക്സ് മോഡലിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൊടുക്കുക. ഡെയിലി പുതിയ വാഹനങ്ങളിൽ മെയിൻലി 2 വീലേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 2024 മോഡൽ ഹോണ്ട ഡിയോ ഡിലക്സ് മോഡൽ 110cc കഴിഞ്ഞ വർഷം 2023 മോഡലായിട്ട് കുറച്ച് മാറ്റങ്ങൾ, കുറച്ച് വ്യത്യാസങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ഇത് പ്രോപ്പർ 2024 മോഡൽ മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ്. ഏകദേശം ഫെബ്രുവരിയിൽ മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് എന്നെ ഹോണ്ട 2 വീലേഴ്സിൻ്റെ ഓതറൈസ്ഡ് ഡീലറായ ആര്യഭംഗി ഹോണ്ടയുടെ നോർത്ത് പറവൂരിൽ നിന്ന് നമ്മൾ എടപ്പള്ളിക്ക് പോകുന്നതിനിടയിലുള്ള വരാപ്പുഴ ബ്രാഞ്ചാണ്. അപ്പോൾ ഇതൊരു 3 years ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അതുകൂടാതെ ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ, അതായത് ഹോണ്ടയുടെ വാഹനങ്ങൾ എടുക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നല്ല രീതിയിൽ ഡീൽ ചെയ്തവർ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഹോണ്ട ഡിയോ ഡിലക്സ് 110cc നമ്മൾ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാൻഡിൽ കവർ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ്. ഈ ഹാൻഡിൽ കവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ചധികം കട്ടിങ് വന്നിട്ടുണ്ട് പുതിയ മോഡലിൽ. കുറച്ചുകൂടി എയറോഡൈനാമിക് ആവാൻ വേണ്ടി കുറച്ചുകൂടി കട്ടിങ്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടിങ് കുറച്ചധികം അഡീഷണൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് നമുക്ക് LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഹോണ്ടയുടെ നല്ലൊരു അടിപൊളി സിൽവർ കളറിലുള്ള ബാഡ്ജിങ്, ഒരു സ്റ്റിക്കർ വർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. അത് ബോഡി മൗണ്ടർ ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് വാഹനത്തിൽ ലഭിക്കുന്നത്. അത് യെല്ലോ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിലക്സ് മോഡലാകുമ്പോൾ ഫുൾ ഓപ്ഷനാണ്. നമുക്കതിന് സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് കൂടെ ലഭിക്കുന്നുണ്ട്. അതായത് 3 ലൈറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് LED ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ആണ് ലൈറ്റ്സ് വരുന്നത്. കൂടാതെ ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ഇൻറ്റീരിയറിൽ, ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് ക്രോമിൻ്റെ ലൈനിങ് മൊത്തം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ലക്ഷറി ഫീലായിരിക്കും വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് നിന്ന് നോക്കുമ്പോൾ. അതുകൂടാതെ വൈറ്റ് കളർ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. നല്ല ഒരു റിച്ച് ലുക്കും അത് നല്ലപോലെ പ്രകാശവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 110cc തന്നെ അലോയിൽ വരുന്നില്ല, ഡിസ്ക്കാണ് വരുന്നത്. ഡിലക്സ് മോഡലാണ്. നമുക്ക് അഡീഷണൽ ഒരു ഗ്രീൻ കളർ, നല്ല ഗ്ലോസി ഗ്രീൻ കളറിലുള്ള അടിപൊളി പെയിൻറ്റിംഗ് കൂടെ നമുക്ക് ഡിസ്കിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അപ്പോൾ അത് കൂടാതെ സ്റ്റെമ്മിൻ്റെ ട്യൂബിൻ്റെ ട്രാവൽ റേഞ്ച് കൂടുതലാണ്. അത്യാവശ്യം നല്ലൊരു ബമ്പ് ചാടിയപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും ഡിയോനെ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. 130 mm ഡ്രം ബ്രേക്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് 90 12 ട്യൂബ്ലെസ് ആണ് ഫ്രണ്ട് ടയർ യൂസ് ചെയ്യുന്നത്. പിന്നെ മഡ് ഗാർഡ്, ബോഡി കളർ തന്നെ ആയിരിക്കും മഡ് ഗാർഡ് ലഭിക്കുക. മഡ് ഗാർഡിൻ്റെ 2 സൈഡിലും ഒരു റിഫ്ലക്ടർ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഡ്രം വീലിൻ്റെ ഇപ്പുറത്തെ സൈഡോട് നോക്കാം. ഇതുപോലെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റിംഗ് ഉണ്ട്. ഈ ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ഡിലക്സ് മോഡലാണ്, ഫുൾ ഓപ്ഷൻ മോഡലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു 2021 തൊട്ട് ഈ ഒരു പെയിൻറ്റിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫുൾ ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ പെയിൻറ്റിങ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ HID ലൈറ്റ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 24-23 മോഡലൊക്കെ ആയപ്പോൾ അഡീഷണൽ ആയിട്ട് ഫുൾ ഡിജിറ്റൽ മീറ്റർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ അട്രാക്റ്റീവാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 171 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ ഹൈറ്റ് 1172 ആണ്. വണ്ടിയുടെ വെയിറ്റ് 104 കിലോ വരുന്നുള്ളൂ. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 765 mm ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു 5 അടി 5.2 പൊക്കമുള്ള ചേച്ചിമാർക്കും പെൺകുച്ചുങ്ങൾക്കൊക്കെ സുഖമായിട്ട് വണ്ടിയിൽ കയറിയിരുന്നാൽ തന്നെ കാല് നിലത്തെത്തുകയും വാഹനം ഓടിച്ചു നടക്കാനും ഓട്ടത്തിനിടയിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുമ്പോൾ കാല് താഴെ കുത്തി ഇറങ്ങാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് 5 അടി അല്ലെങ്കിൽ ഒരു 4-8 പൊക്കമുള്ള ചേച്ചിമാർ പെൺകൊച്ചുകളൊക്കെ ധൈര്യമായിട്ട് എടുത്തോ ഓടിച്ചു നടക്കാൻ പറ്റും. ഹാൻഡ്ലിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് നല്ലൊരു ഫുഡ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അതിൽ ഗ്യാസ് സിലിണ്ടറൊന്നും കയറില്ല. അത്യാവശ്യം നല്ലൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ബാഗുകൾ നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. ബാറ്ററി വരുന്നതിൻ്റെ താഴെയാണ്. പിന്നെ നമ്മുടെ കൺവീനിയൻസിനായിട്ട് 2 ചെറിയ സ്റ്റോറേജ് ബോക്സുകൾ വരുന്നുണ്ട്. ഇടത്തെ സൈഡിൽ ഏകദേശം ഒരു അത്യാവശ്യം നല്ല സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലേഡീസിൻ്റെ വാലറ്റെല്ലാം വെക്കാം. പിന്നെ കീ സ്വിച്ചിനെ കുറിച്ച് പറയുന്നത് മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചാണ്. കീയുടെ ഓപ്പറേഷൻസ് കൂടാതെ സീറ്റിൻ്റെയും ഫ്യൂലിൻ്റെയും ഓപ്പണിംഗ് വരുന്നത് ഈ കീ സ്വിച്ചിൽ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫുഡ് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ പോലും കാലിൽ മുട്ടുകാല് ഹാൻഡിലോ ഫ്രണ്ടിലെ പോർഷൻസിലോ മുട്ടൊന്നുമില്ല. ഇടത്തെ സൈഡിൽ നമുക്ക് ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഫോൺ ലഭിക്കും. വലത്തെ സൈഡിൽ ആയിക്കൂടി എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൂടി ഒരുമിച്ചാണ് ലഭിക്കുന്നത്. അതാണ് വാഹനത്തിൻ്റെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഈ മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡേറ്റ് കാണാൻ പറ്റും. അതുകൂടാതെ ടൈം കാണാൻ പറ്റും, ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി ഉള്ള ഫ്യൂൽ വെച്ചിട്ട് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടും എന്ന് കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ
പിന്നെ 2 ട്രിപ്പ് മീറ്ററും നോർമൽ ഓഡോമീറ്ററും ഫ്യൂവലിൻ്റെ ഗേജും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിന് കാണിക്കുന്നത്. നടുവിൽ ഹോണ്ടയുടെ ബാഡ്ജിങ് വരും. ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓർണമെൻറ്റ് കൂടി മീറ്ററിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കുഷനിങ് മാറിയിട്ടുണ്ട്, പാഡിങ് മാറി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 18 ലിറ്ററാണ് നമുക്ക് സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് വരുന്നത്. അത് വളരെ എന്താ പറയുക സൂപ്പറായിട്ടാണ് ഒരു ഓർഗനൈസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെച്ചാൽ പോലും കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. ഒരു ബാക്ക് പാക്കൊക്കെ ഒതുക്കി വെച്ചാലും സ്പേസ് ഉണ്ടാവും. നമുക്ക് സീറ്റിൻ്റെ അകത്തെ ഭാഗത്ത് ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് നോക്കാം. ഇതാണ് സീറ്റിൻ്റെ അകഭാഗം കാണുന്നത്. ഈ ഒരു സെൻട്രൽ പോർഷനിലും ഒരു കാർബൺ ഫൈബറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് നമ്മുടെ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇതാണ് ഫ്യൂലിൻ്റെ എക്സ്റ്റേണൽ ലിഡ് വരുന്നത്. ഒരു അടിപൊളി സ്പോർട്ടി ആയിട്ടുള്ളൊരു റിയർ ഗ്രാബ് റെയിൽസും നമ്മുടെ വാഹനത്തിന് അവൈലബൾ ആണ്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ടോട്ടൽ 5.3 ലിറ്ററാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബാർകോഡ് കണ്ടത്. ഇത് 26/2/2024 ഫെബ്രുവരിയിൽ അവസാനം മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ്. നമുക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഡ് ഓപ്പൺ ആവും. എന്നിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലെ ആളുകൾ നമുക്ക് ഫ്യൂൽ അടിച്ച് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മറ്റ് ഫീച്ചേഴ്സ്. നമുക്ക് ഇനി ഇതിൻ്റെ ടെയിൽ ലൈറ്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു. ഇതാണ് വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റ് വരുന്നത്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ബാക്ക് സൈഡിൽ നിന്ന് ദൂരെ നോക്കിപ്പോയാലും നമുക്ക് ഡിയോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. 2 കമ്പാർട്ട്മെൻറ്റായിട്ട് തോന്നുമെങ്കിലും സിംഗിൾ കമ്പാർട്ട്മെൻറ്റാണ് ടെയിൽ ലൈറ്റ് വരുന്നത്. അതിൽ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സീറ്റിൻ്റെ താഴെയുള്ള പോർഷൻ വന്നത്. ഇതിൻ്റെ അന്യായ ലുക്കാണ്. ഈ ഒരു കളറിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഡിയോൻ്റെ ഒരു 3D ലോഗോ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി 150 cc ആണ്. പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സെൻസർ ബേസ്ഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. നമുക്ക് ഓടിക്കുന്ന ആളിൻ്റെ ഡ്രൈവിംഗ് ശൈലി അനുസരിച്ച് ഫ്യൂല് ത്രോ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ മൈലേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സൈലൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സൈലൻ്റ് ആയിരിക്കും. ക്രാങ്കിങ് സൗണ്ടൊന്നും ഉണ്ടാവില്ല. സൂപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ടോട്ടൽ പവർ വരുന്നത് 7 bhp ആണ്. ടോർക്ക് 9.3 Nm ആണ്. ടോപ്പ് സ്പീഡ് നമുക്ക് 83 km കിട്ടും. 0-60 എത്താനായിട്ട് വെറും 10 സെക്കൻഡ് മാത്രം മതി. ഒരു 50-52 റേഞ്ച് മൈലേജ് നമുക്കിപ്പോൾ പുതിയ മോഡൽ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല അടിപൊളി റബ്ബറിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട്. ഡിസൈൻ മാറിയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് അഡീഷണൽ ആക്സസറിയാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ വാർണിംഗ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് സൈഡ് സ്റ്റാൻഡ് ഓഫ് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്ന പരിപാടി നടക്കില്ല. ഇതാണ് വാഹനത്തിൻ്റെ റിയർ സൈഡ് സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷൻ നല്ല കിടിലൻ സസ്പെൻഷനാണ്. 3 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ വേണമെങ്കിൽ നമുക്ക് ആവശ്യം പോലെ 3 പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഉപയോഗം വരുന്നത് നമ്മളുടെ വീട്ടിലേക്കുള്ള ഡെയിലി യാത്രയിൽ റോഡ് മോശമാണെങ്കിൽ സസ്പെൻഷൻ ഇത്തിരി ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നന്നായിട്ട് ഡ്രൈവിംഗ് കംഫർട്ടോടുകൂടി വണ്ടി ഓടിച്ചു നടക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്ക് സൈഡ് ടയറിൻ്റെ സൈസ് ചെറുതാണ്. നമുക്ക് ടയർ സൈസ് വന്നത് 90/110 ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. MRF അല്ലെങ്കിൽ സീറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 130 mm ഡ്രം ബ്രേക്ക് നമുക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. കോമ്പി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. 2 ബ്രേക്ക് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഏത് സൈഡിലെ ബ്രേക്ക് പിടിച്ചാലും അപ്പുറത്തെ സൈഡിലെ ബ്രേക്കും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവുന്നതാണ്. സിംഗിൾ ടിപ്പ് വരുന്ന ഒരു സ്പോർട്ടി മഫ്ലറാണ് നമ്മുടെ സ്കൂട്ടറിന് വരുന്നത്. സൈലൻസർ, അതുപോലെ തന്നെ സൈലൻസർ പൈപ്പ്, ഫാൻ, എഞ്ചിൻ ഫാൻ്റെ എല്ലാ സേഫ്റ്റിക്കായിട്ട് അഡീഷണൽ ആയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് കവറും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം. OBD2 സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ് നമ്മുടെ വണ്ടിയിൽ. പക്ഷെ കാര്യമായ വലിയ സൗണ്ട് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് പതിഞ്ഞിട്ടുണ്ട് സൗണ്ട്. കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീല് വാഹനത്തിൻ്റെ സൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയും മാത്രമേ വ്യത്യാസം എനിക്ക് പറയാവുന്നുള്ളൂ. $2024 മോഡൽ ഡിയോ ഡിലക്സ് മാറ്റ് ഗ്രേ കളർ 110 cc സ്കൂട്ടറിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് 1,01,300 മാത്രമാണ്. ഈ ഒരു 110 സെഗ്മെൻറ്റിൽ ഇത്രയും സ്പോർട്ടി ആയിട്ടും ഇത്രയധികം കംഫർട്ടബിളായിട്ടും ഇത്രയധികം മൈലേജ് കിട്ടുന്നതുമായിട്ടുള്ള മറ്റൊരു സ്കൂട്ടർ ഇല്ലെന്ന് തന്നെ പറയണം. ഇത്രയും ലുക്ക് വരുന്ന മറ്റൊരു സ്കൂട്ടർ വേറെ ഒരു കമ്പനി ഇറക്കുന്നില്ല. നമുക്ക് എപ്പോൾ കൊടുത്താലും ഈ പറയുന്ന കാശൊക്കെ തന്നെ റീസെയിൽ കിട്ടുന്നുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞ് കൊടുത്താലും ഈ പറഞ്ഞ പൈസയൊക്കെ തന്നെ നമുക്ക് കിട്ടും. സർവീസും വളരെ ചീപ്പാണ്. സ്പെയർ പാർട്സും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് നമുക്ക് ഫിനാൻസ് ഇട്ട് ഇറങ്ങണമെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ മതിയാവും. മാസം ഒരു 4,000 രൂപ 4,300 റേഞ്ചിൽ നിങ്ങൾക്ക് EMI വരുന്നതാണ്. അപ്പോൾ വാഹനം എടുക്കാൻ, അതായത് സ്കൂട്ടർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അരിഭംഗി ഹോണ്ടയിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓട്ടോമൊബൈലായിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.